മുഴപ്പിലങ്ങാട് സൂരജിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികളെ ന്യായീകരിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾ നിരപരാധികളെന്നും TP വധക്കേസ് പ്രതി TK രജീഷ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തതാണെന്നും ജയരാജൻ പറഞ്ഞു. നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും. അന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന TP രവീന്ദ്രൻ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ കേസിൽ പ്രതിയായിരുന്നു, അദ്ദേഹവും ജയിലിലെത്തിയേനെ. അന്ന് എടുത്ത സമീപനം ഇതായിരുന്നു. CPMൻ്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി അവരെല്ലാം പ്രതികളാക്കിക്കൊണ്ടായിരുന്നു കേസ്. അത് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് CPIMകാരുടെ പേരിലെടുത്ത കേസ്. അതിലിപ്പം ജയിലിലെത്തിയ ഒരാൾ ഒരു ഭാഗം തളർന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നേരാമണ്ണം നടക്കാൻ പോലും കഴിയാത്ത ഒരാളാണ്. 3 പേർ തുടർച്ചയായി ചികിത്സ തേടി ഡോക്ടറിൽ നിന്ന് ചിലപ്പോൾ ആശുപത്രി, ചിലപ്പോൾ വീട് എന്ന നിലയിൽ പരിചരണം ലഭിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അതെല്ലാം ഉണ്ട്. അതിലൊന്നും ഒരു വസ്തുതക്ക് ഇവരെന്തെങ്കിലും ഒരു അപരാധം ചെയ്തതിന് വസ്തുതയില്ല. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ മിഥുൻ പിള്ളച്ചിരിക്കുകയാണ്. മിഥുൻ, കൊലയാളികളെ വീണ്ടും ന്യായീകരിച്ചിരിക്കുകയാണ് MV ജയരാജൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? KP, നമുക്കറിയാം, സ്വാഭാവികമായും എല്ലാ കാലത്തും CPMന് വേണ്ടി രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന ആളുകളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന CPM നേതൃത്വത്തിന്റെ രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെ വേണം CPM കണ്ണൂർ സെക്രട്ടറി MV ജയരാജന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. കോടതി തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആളുകളാണ് നിരപരാധികളാണെന്ന വാദവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇവർ പ്രതികളല്ല, ഇവർ പ്രതി ചേർക്കപ്പെട്ടവരാണ് എന്നൊരു വാദമാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത്. മാത്രമല്ല, CPMന്റെ പൊതു രീതി എന്താണോ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു തന്നെയാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത്. നിരപരാധികളെ രക്ഷിക്കാൻ പാർട്ടി നടപടി സ്വീകരിക്കും, ഇതിന്റെ ഭാഗം അപ്പീൽ നൽകുമെന്നാണ് MV ജയരാജൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. TP വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന, അതായത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TK രജീഷിനെ ഈ കേസിൽ പിന്നീട് പ്രതി ചേർത്തതാണ് എന്നൊരു ന്യായവാദമാണ് MV ജയരാജൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, എല്ലാ കേസുകളിലും കുറ്റം സമ്മതിച്ചു എന്നല്ലേ പോലീസ് എഴുതി ചേർക്കുക എന്നും MV ജയരാജൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രതികൾ അപരാധം ചെയ്തു എന്നതിൽ യാതൊരു വസ്തുതയില്ല എന്നും MV ജയരാജൻ ആവർത്തിക്കുന്നു. എന്താണോ മുൻകാലങ്ങളിൽ നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ കൊലപാതക കേസ് നടന്ന സമയത്ത് പോലും അതിനെ അംഗീകരിച്ചു കൊടുക്കാനോ ഒന്നും തന്നെ തയ്യാറാകാതിരുന്നതാണ് പാർട്ടി നേതൃത്വം. പിന്നീട് പാർട്ടിക്കാരെ പിടിച്ചപ്പോൾ പോലും അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന ന്യായവാദവുമായി അവർ രംഗത്ത് വന്നിട്ടുമുണ്ട്. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെയാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ ഇളംവിലായ് സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 CPMകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. മാത്രമല്ല, ആ കേസിന്റെ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. 9 പ്രതികളെ കണ്ടെത്തിയിരുന്നു. അതിൽ CPMന്റെ മുൻ ലോക്കൽ സെക്രട്ടറി ഉണ്ട്, TP വധക്കേസിലെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TK രജീഷ് ഉണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രമുഖരായ ആളുകളൊക്കെ തന്നെ ഈ കേസുകളിൽ പെട്ടിട്ടുണ്ട്. CPM ഈ കേസിൽ ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ കോടതിയുടെ മുന്നിൽ കൃത്യമായ തെളിവുകൾ വെച്ചുള്ള വാദത്തിൽ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും കോടതി ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു ശിക്ഷ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനെ പോലും അംഗീകരിക്കാൻ CPM നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് MV ജയരാജന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. KP, ശരി. കണ്ണൂരിൽ മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.